أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى ابن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين. قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون. ويعلمهم الكتاب والحكمة والتوراة والإنجيل. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ആൽ ഇംറാൻ, അതിലെ 45 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തു കേട്ടത്. ഈ ആയത്തുകളിലെ പരാമർശ വിഷയം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹയോട് തനിക്കൊരു പുത്രൻ ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന സന്ദർഭത്തെ സംബന്ധിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇദ് ഖാലത്തിൽ മലായികതു, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞ സന്ദർഭം നബിയെ ഒന്ന് ഓർത്തു നോക്കി. യാ മറിയം, ഓ മറിയമേ. മലക്കുകൾ സമാഗതരായിക്കൊണ്ട് മറിയമിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്നല്ലാഹ യുബശ്ശിറുക്കി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കിതാ വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, ഒരു സുവാർത്ത നിനക്ക് നൽകുന്നു. മറ്റൊന്നുമല്ല, ബികലിമത്തിൻ മിൻഹു, അല്ലാഹു തന്നിൽ നിന്നുള്ള ഒരു വചനത്തെ സംബന്ധിച്ചാണ്. വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇസ്മുഹുൽ മസീഹു ഈസാ ഇബ്നു മറിയം. ആ കുഞ്ഞിന്റെ പേര് മസീഹ് എന്നാണ്, മിശിഹ എന്നാണ്. ഈസാ ഇബ്നു മറിയം, അവനെ അറിയപ്പെടുന്നത് മറിയമിന്റെ പുത്രൻ ഈസ എന്നാണ്. വജീഹം ഫി ദുനിയ, അവൻ ദുനിയാവിൽ ഉന്നത സ്ഥാനീയനായിരിക്കും. പ്രവാചകന്മാരിൽ വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്മാർ 25 പേര്. അതിൽ നിന്ന് വീണ്ടും സെലക്ട് ചെയ്തിട്ടുള്ള ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അതിലൊരാളാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം.
ദുനിയാവിലും ആഖിറത്തിലും ഈഹലോകത്തും പരലോകത്തും ഉന്നത സ്ഥാനീയനായിരിക്കും. വജീഹം ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറത്തിലും ഉന്നത സ്ഥാനീയനായിരിക്കും. മാത്രമല്ല വമിനൽ മുഖറബീൻ, ദിവ്യ സാമീപ്യം സിദ്ധിച്ചവനുമായിരിക്കും. അള്ളാഹുവിന്റെ വലിയ അടുപ്പം സിദ്ധിച്ച ആളായിരിക്കും. പിന്നെയോ വയുകല്ലിമുന്നാസ ബിൽ മഹ്ദി, തൊട്ടിൽ വെച്ച് തന്നെ അവൻ ജനത്തിനോട് സംസാരിക്കും. അല്ലാഹ് പറയുകയാണ്, കുട്ടി ജനിച്ചിട്ടില്ല, വരാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് അല്ലാഹു തആല സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഇന്ന ഇന്ന ഗുണഗണങ്ങളുള്ള ഒരു കുട്ടിയാണ് നിനക്ക് ജനിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയാണ്. വയുകല്ലിമുന്നാസ ബിൽ മഹ്ദി, ആ കുട്ടിയുടെ പ്രത്യേകത അവൻ തൊട്ടിൽ വെച്ച് തന്നെ അഥവാ ശിശുവായിരിക്കെ തന്നെ തൻ്റെ ജനത്തിനോട് ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിട്ട് സംവാദങ്ങൾ നടത്തുന്നയാളാണ്, സംസാരിക്കുന്നയാളാണ്. മാത്രമല്ല വകഹിലൻ, പ്രായമായതിനു ശേഷവും ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസാലത്തിന്റെ പ്രബോധനം ചെയ്യും എന്നുള്ളതാണ്. അവൻ സത്വൃദ്ധരിൽപ്പെട്ടവനായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് തനിക്ക് ജനിക്കാൻ പോകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചത്. ഒന്ന് ബികലിമത്തിൻ മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ള വചനം. രണ്ടാമത്തത് പറഞ്ഞു ഇസ്മുഹു അൽ മസീഹ്, അതിന്റെ പേര് മസീഹ് എന്നാണ്, മെസിഹ എന്നാണ്. മെസിഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബൈബിൾ പ്രയോഗമാണ് മെസിഹ. ഖുർആൻ പറയുന്നത് മസീഹ്, ബൈബിളിലാണ് മെസിഹ, യേശു, ശ്രീ യേശു എന്ന് പറയുന്നത്, മെസിഹ എന്ന് പറയുന്നത്. മെസിഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും, എല്ലാ മ്ലേച്ഛത്തരങ്ങളിൽ നിന്നും, എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും പരിശുദ്ധിയായി, എല്ലാ നിലയിലും പരിശുദ്ധനായി അഭിഷേകം ചെയ്യപ്പെട്ടയാൾ എന്നാണ് മിശിഹായുടെ അർത്ഥം. അല്ലാഹ് പറഞ്ഞു കുട്ടിയുടെ പേര് മിശിഹ എന്നാണ്. പക്ഷേ വിളിപ്പേര് ചേർത്ത് വിളിക്കുന്നത് ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ എന്നാണ്. സാധാരണ മക്കളുടെ പേര് പിതാവിന്റെ പേരിനോട് ചേർത്താണ് വിളിക്കുന്നത്, പിതാവിന്റെ പേരിനോട് ചേർത്താണ് വിളിക്കുന്നത്. ഒരേ ഒരാൾ, ലോകത്തിൽ ഒരേ ഒരാളിന്റെ പേര് മാത്രമേ ഉമ്മയുടെ പേര് ചേർത്ത് വിളിക്കപ്പെട്ടിട്ടുള്ളൂ. അതാരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ കാരണം? പിതാവില്ല. മൂന്നാമത് പറഞ്ഞു വജീഹം ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവൻ ഏറ്റവും വലിയ ഉന്നതനായിരിക്കും, ഉന്നത സ്ഥാനീയനായിരിക്കും. വമിനൽ മുഖറബീൻ, അഞ്ചാമത് പറഞ്ഞു ദിവ്യ സാമീപ്യം ലഭിച്ച ആളായിരിക്കും. ആറാമത് പറഞ്ഞു വയുകല്ലിമുന്നാസ ബിൽ മഹ്ദി, തൊട്ടിലിൽ വെച്ച് തന്നെ, ശിശുവായിരിക്കെ തന്നെ തന്റെ ജനത്തോട് സംസാരിക്കുന്നയാളാണ്. ഏഴാമത് പറഞ്ഞു വകഹിലൻ, അതുപോലെ തന്നെ പ്രായമായതിനു ശേഷവും ജനങ്ങളോട് സംസാരിക്കുന്നയാളാണ്. വമിനസ്വാലിഹീൻ, സത്വൃദ്ധരിൽ സജ്ജനങ്ങളിൽപ്പെട്ടയാളുമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ തകല്ലമ അഹദുൻ ഫീ സിഗരിഹി ഇല്ലാ ഈസാ വസാഹിബു ജുറൈജ്. ഭൂമി ലോകത്തിൽ തൊട്ടിൽ വെച്ച് ശിശുവായിരിക്കെ, കുട്ടിയായിരിക്കെ സംസാരിച്ചത് രണ്ട് പേരാണ്. തങ്ങൾ പറയുക, ലോകത്ത് ശിശുവായിരിക്കെ, കുഞ്ഞായിരിക്കെ തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിച്ചത് രണ്ട് പേരാണ്. ഒന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്, മറ്റൊന്ന്
ജുറൈജ്. സ്ത്രീകരിച്ചലാണ്, മറ്റൊന്ന് ജുറൈജ്. ഉടനെ ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോ മറിയം റളിയല്ലാഹു തആല അൻഹയുടെ പ്രതികരണം എന്താണ്? അവര് പ്രതികരിച്ചു, മലക്കിനോട് ചോദിച്ചു. അവര് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന മലക്കിനോട് ചോദിക്കുകയാണ്, അല്ല റബ്ബിനോട് തന്നെ നേരിട്ട് ചോദിക്കുകയാണ്. റബ്ബി അന്നാ യകൂനു ലീ വലദ്, അല്ലാഹ് എനിക്ക് എങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാവുക? ജനിച്ചപ്പോൾ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകമായ മെഹ്റാബില് എനിക്ക് വാസം. എന്റെ സംരക്ഷണം ഒരു നബിയുടെ കൈകൊണ്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ ഞാനിങ്ങനെ വളരുകയാണ്. അന്നാ യകൂനു ലീ വലദ്, എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക? വലം യംസസ്നീ ബശർ, എന്നെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, എന്റെ ശരീരത്തിൽ ഒരു പുരുഷ സ്പർശനം ഉണ്ടായിട്ടില്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, മാത്രമല്ല ഞാനൊരു ദുർനടത്തക്കാരിയല്ല. സൂറത്ത് മറിയമിൽ വളരെ വിശദമായി ഈ സംഭവം നമ്മൾ കേട്ടതാണ്. ഇത് വളരെ ചുരുക്കിയാണ് പറയപ്പെട്ടിരിക്കുന്നത്. വലം യംസസ്നി ബശറുൻ, എന്നെ ഒരു പുരുഷൻ ഇതേ നാട് വരെ എന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ട് പോലുമില്ല. എനിക്ക് എങ്ങനെയാണ് പിന്നെ ഒരു കുട്ടി ജനിക്കുക? അള്ളാഹു പറയുന്നു, മറിയമേ, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. നിന്റെ ശരീരത്തിൽ ഒരു പുരുഷന്റെ സ്പർശനം ഉണ്ടായിട്ടില്ല, നീ ഒരു ദുർനടത്തക്കാരി ആയിട്ടുമില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അല്ലാഹു യഖ്ലുഖു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ സൃഷ്ടിക്കും. എങ്ങനെയാണോ അവൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവൻ സൃഷ്ടിക്കും. ആണ് വേണമെന്നില്ല, ഒരാണിന്റെ സ്പർശനം വേണമെന്നില്ല, അത് പ്രകൃതിയാലുള്ള നിയമമാണ്. ഇതില്ലാതെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. യഖ്ലുഖു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാഹു അവൻ സൃഷ്ടിക്കും. ഇദാ ഖളാ അംറൻ, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ, പടച്ചവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ. അല്ലാഹു ഒരു കാര്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ആ കാര്യത്തിനോട് ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടൂ. ഫയകൂനും, അപ്പോഴേക്കും അതുണ്ടാകുന്നു. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്തിൽപ്പെട്ടതാണ്, കഴിവിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. ഇവിടെ ലോകത്തിലെ മുഴുവൻ ക്രിസ്തീയ വിശ്വാസികളെയും തിരുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഒരിക്കലും ദൈവമല്ല. ഈസായെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈസായുടെ മേൽ ദിവ്യത്വം ആരോപിക്കല്ലേ എന്ന ധ്വനി അല്ലാഹു ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അപ്പോഴേക്കും അല്ലാഹു ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാൽ ആ കാര്യത്തിനോട് ഉണ്ടാവുക എന്ന് പറയേണ്ട താമസം, ആ കാര്യം അപ്പിതം തന്നെ ഉണ്ടാകുന്നു. എന്നിട്ടോ അല്ലാഹു പറയുകയാണ്, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ഈസാക്ക്, ആ കുഞ്ഞിനെ ഞാൻ തത്വജ്ഞാനവും വേദഗ്രന്ഥവും പഠിപ്പിച്ചു കൊടുക്കും. എന്റെ ഏർപ്പാടാണ്, ഞാനാണ് നേരിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക. തത്വജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കും, കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. വത്തൗറാത്ത വൽ ഇൻജീൽ, ഇതിനു മുമ്പ് മൂസാ നബിക്ക് ഇറക്കിക്കൊടുത്ത തൗറാത്തും പഠിപ്പിച്ചു കൊടുക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ഇൻജീലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അല്ലാഹു പറയാ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത്ത വൽ ഇൻജീല, വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കും. ഒപ്പം
മുമ്പ് ഇറങ്ങിയ തോറയും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും, ഇഞ്ചീലും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതോടുകൂടി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം നടക്കുന്നു. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നത് സംബന്ധിച്ചാണ് തൊട്ടടുത്തായത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മൾ സൂറത്ത് മറിയമിൽ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വളരെ ചുരുക്കിയാണ് സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു. ആ ജനിച്ച കുഞ്ഞുമായിട്ട് ജനങ്ങളടുക്കലേക്ക് വരികയാണ് മറിയം റളിയല്ലാഹു തആല. പലക്ഷതം ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ കുഞ്ഞ്? ആരാണ് ഈ കുഞ്ഞ്? ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ? ആരാണ് ഈ കുഞ്ഞ്? അള്ളാഹു പറഞ്ഞു, ആംഗ്യ ഭാഷയിൽ അല്ലാതെ സംസാരിച്ചുകൂടാ എന്ന് പറഞ്ഞു. ഇഷാറത്ത് ചെയ്യാൻ പറഞ്ഞു. കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞിനോട് ചോദിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് തൊട്ടിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത്. കാരണം അവിടെ അത്ഭുതം സംഭവിക്കണം, എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. സ്വാഭാവികമായും ഒരു ശിശുവായി കുഞ്ഞായി തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞ് ഒരിക്കലും ഒരു മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുകയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രകൃതി നിയമമായ ഒരു കാര്യമാണ്. അപ്പൊ അവിടെ അത്ഭുതം സംഭവിക്കണം. അതാണ് പലക്ഷതം ജനങ്ങൾ നോക്കി നിൽക്കെ തൻ്റെ അമ്മയെ വ്യഭിചാരിയായി, ദുർനടത്തക്കാരിയായി ചിത്രീകരിച്ച്, മോശക്കാരിയായി ചിത്രീകരിച്ച് തൻ്റെ അമ്മയുടെ ചാരിത്രത്തിൽ സംശയാലുക്കളായി നിൽക്കുന്ന പലക്ഷതം ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തൻ്റെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് സംശയിക്കൊന്നും വേണ്ട. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. സംസാരിക്കുകയാണ് തൊട്ടിൽ കിടന്ന്. അത്ഭുതപ്പെട്ടു പോയി വന്നു കൂടിയ ആളുകൾ. അവർ ചോദിച്ചല്ലോ, കുഞ്ഞിനോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ ചോദിച്ചത്, എന്താ നീ ഞങ്ങളെ കളിയാക്കുകയാണ് മറിയമേ? ഇന്നലെ വരെ നീ ഞങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയി താമസിച്ചിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഞങ്ങളെ നാണക്കെടുത്താൻ വേണ്ടി, കളിയാക്കാൻ വേണ്ടി നീ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാണോ? കുഞ്ഞിനോട് സംസാരിക്കാൻ പറയുകയാണോ? എങ്ങനെയാ കുഞ്ഞ് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയത്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഉസ്വാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബർറൻ ബിവാലിദതി എന്ന് തുടങ്ങുന്ന ഇങ്ങനെ ആയത്തുകൾ. ഇത് ഈസാ നബിയുടെ വർത്തമാനമാണ്. തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ച വർത്തമാനം അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം സംസാരിച്ച സംസാരം തൻ്റെ അമ്മയുടെ, തൻ്റെ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിക്കുകയാണ്. തൻ്റെ ഉമ്മയുടെ ചാരിത്ര്യ ശുദ്ധി, അത് പവിത്രമാണെന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്, മറിയം റളിയല്ലാഹു തആല അൻഹയുടെ പവിത്രതയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്, പരിശുദ്ധയാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കി തന്നത്.